ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാനുഷിക പരിഗണന പോലുമില്ലാതെ 82 വയസ്സുള്ള ഒരു വയോധികനായ വൈദികൻ, കുർബാനയുടെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു വൈദികൻ, ആ സഭയുടെ കുർബാന കിട്ടാൻ വേണ്ടി കാത്തു വന്നിരിക്കുന്ന ഒരു 100ഓളം ആളുകൾ കാഴ്ചവെപ്പ് കഴിഞ്ഞ് അനാഫ്രയിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ഫാദർ ജെറിൻ പാലത്തിങ്ങിന്റെ നിർദ്ദേശമനുസരിച്ച് ഏതാനും അൽമായ മുന്നേറ്റ ഗുണ്ടകൾ അവിടെ വന്ന് അച്ഛനെ ആക്രമിച്ച് പരിശുദ്ധ കുർബാന അലങ്കോലമാക്കി. ഈ വാക്ക് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ആ വൈദികനെ കഴുത്തിനെ പിടിച്ച് വലിച്ച് സങ്കീർത്തിലേക്ക് ചവിട്ടി തള്ളുക. എന്താ ഈ കാണണേ? ഒരു പ്രായം വന്നൊരു ഒരു മനുഷ്യനോട്, വൈദികൻ പോകട്ടെ, ഒരു 82 വയസ്സുള്ള ഒരു വൈദികനോട് 42 വയസ്സുള്ള ഒരു വൈദികൻ ചെയ്യേണ്ട സംഗതിയാണോ ഇത്? 42 വയസ്സുള്ള ഒരു വൈദികന്റെ ആഹ്വാനം അനുസരിച്ചാണ് ഈ ഗുണ്ടകൾ വന്നത്. ലുങ്കിമുണ്ടൊക്കെ ഉടുത്ത് ആൾക്കാരെ കയറി ഇങ്ങനെ അവമാനിക്കാൻ, കർത്താവിനെ അവമാനിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത്? മാനുഷിക പരിഗണന പോലും ചെയ്യാത്ത ഈ വിമത വൈദികര്, ഈ അൽമായ മുന്നേറ്റക്കാര്, അവരെ എങ്ങാനും മെത്രാന്മാർ ചേർത്ത് പിടിക്കാനും ചർച്ച ചെയ്യാനും പോയാൽ, ഈ ഗുണ്ടകളെ പരിപോഷിപ്പിക്കുന്ന വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും ചർച്ച ചെയ്യാനും ചേർത്ത് പിടിക്കാനും പോയാൽ, ഇതൊരു മുന്നറിയിപ്പാണ് മെത്രാന്മാരെ. താൻ ആരോടോ മുന്നറിയിപ്പ് നൽകാൻ ചോദിച്ചാൽ എൻ്റെ കൂടെ ജനമുണ്ട്, സീറോ മലബാർ സഭയിലെ സകല വിശ്വാസികളുമുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരുമുണ്ട്. ഇത്തരം കാട്ടാളത്വം ഞങ്ങൾ പൊറുകില്ല. ഒരു വൈദികനോട് പോട്ടെ, 82 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനോട് മാനുഷിക പരിഗണന പോലും കാണിച്ചില്ലല്ലോ. എന്നിട്ട് നടപടികൾ എടുക്കാതെ ഉഴപ്പാനാണ് പരിപാടിയെങ്കിൽ, പോലീസും സർക്കാരൊക്കെ പോകട്ടെ, സഭയുടെ ഉള്ളിൽ നിന്ന് നടപടി എടുക്കാനായിട്ട് മടിച്ച് ഉഴപ്പാനാണ് പരിപാടിയെങ്കിൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു, പ്രത്യക്ഷമായിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ടി വരും. അതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. മെത്രാന്മാരോട് ഞാൻ പറയണേ, സകലമാനും വൈദികരും, സഭയെ സ്നേഹിക്കുന്ന സകലമാനും വൈദികരും, സകലമാനും കന്യാസ്ത്രീമാരും അൽമായരും രക്തം തിളച്ച് നിൽക്കുകയാണ്. നടപടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.